Mr. Leslie Joyce. Reverend Father George Umman, Father Benny Thomas, Reverend Father Evi Thomas Ajay, Mr. Zachariah Umman, Dr. Joseph Buloli, Dr. Matthew Vairavan, Mr. John Matthew. May 10, 2025, Library and Museum Project Inauguration. ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്ന ശേഷം, ഞാൻ അമേരിക്കയിൽ 51 വർഷമായി വന്നത്, ഒരു ന്യൂയോർക്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഹ്യൂസ്റ്റണിലേക്ക് പുതിയ മേച്ചിൽ സ്ഥലം നേടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈബ്രറി ആൻഡ് മ്യൂസിയം പ്രോജക്റ്റ് ആദ്യമായിട്ട് ഒരു പള്ളി നടത്തുന്നത് ഞാൻ കേൾക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ സെന്റ് തോമസ് CSI ചർച്ചിന്റെ ഒരു തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട അതിമനോഹരമായ ഒരു ദിവസമാണിത്. ഇന്ന് നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്, ഇന്റർനാഷണൽ മദേഴ്സ് ഡേ. അപ്പോൾ മദേഴ്സ് ആണ് സൃഷ്ടിയുടെ കാതൽ. എപ്പോഴും എവിടെ നോക്കിയാലും എന്ത് കാര്യമാണെങ്കിലും മദേഴ്സിനെ നമിച്ചുകൊണ്ടേ നമുക്ക് സാധിക്കുള്ളൂ. സൃഷ്ടിയുടെ ദാതാക്കൾ. അതേമാതിരി മെയ് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം നേഴ്സസാണ് കുടിയേറിയിരിക്കുന്നത്. അപ്പോൾ അമ്മമാർ സൃഷ്ടിക്കുന്ന, അമ്മമാർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൈകളിൽ ഏറ്റുവാങ്ങുന്നതും നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു ദിനം. പിന്നെ നമ്മളെല്ലാം വന്നത് ജോലി ചെയ്ത് ജീവിക്കാനാണ്. അപ്പോൾ മെയ് മാസത്തിൽ അഖില ലോക ലേബർ ദിനം കൂടെ ഈ മെയ് മാസത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ CSI ചർച്ച് ഇതേമാതിരി ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് എന്ന് എനിക്ക് സംശയമാണ്. ഏതാണെങ്കിലും ഇറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻഡ് ഫിറ്റിംഗ്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എളിയ എല്ലാ ആശംസകളും ഈ പ്രോജക്റ്റിന്, ഈ പള്ളിക്ക് നേരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരകൾക്ക് ഈശ്വരൻ ശക്തി തരട്ടെ. അതേമാതിരി തന്നെ ഈ പള്ളികളിലെ എല്ലാ വിശ്വാസികളും ഒക്കെ ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ മിക്കവാറും ഉണ്ടാകും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ പള്ളി സെന്റ് തോമസ് CSI ചർച്ച് മറ്റ് ചർച്ചുകൾക്കും എല്ലാം ഒരു വഴികാട്ടി ആയിത്തീരട്ടെ. ഇതേമാതിരിയുള്ള ഒരു പ്രോജക്റ്റ് മറ്റു പള്ളികളെല്ലാം ഏറ്റെടുക്കട്ടെ. നമ്മൾ ഞാനിപ്പോൾ പള്ളി എന്ന് പറഞ്ഞു, പള്ളിക്കൂടം. ഞാൻ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. പള്ളിയാണ് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു. കേരളത്തില്, ഇന്ത്യയില്, ലോകത്തില് എവിടെയും വിദ്യാഭ്യാസത്തിന്റെ ചാലകശക്തി, അതിന്റെ ദീപം തെളിയിക്കുന്നത് ക്രിസ്ത്യൻ മിഷനറിമാർ. ഭാരതത്തില് കുടിയേറിയ ബ്രിട്ടീഷുകാരുണ്ട്, അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു, സ്പാനിഷുകാർ വന്നു, ലോകത്തിലെ പലരും ഭാരതത്തിലേക്ക് കുടിയേറി. അവര് എല്ലാവരും തന്നെ വ്യാപാരത്തോടൊപ്പം ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ധാരാളം CSI കോളേജ് ഉണ്ടല്ലോ കോട്ടയത്തൊക്കെ. അപ്പോൾ എവിടെ നോക്കിയാലും സെന്റ് ജോസഫ്സ് കോളേജ്, സെന്റ് ജോൺസ് കോളേജ്. അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ നവകാരികളായ പുണ്യവാന്മാരുടെ പേരോട് കൂടിയുള്ള കോളേജുകൾ, അവിടെ പഠിച്ചിറങ്ങിയവരാണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ ചക്രം, സാമൂഹ്യ ചക്രം അല്ലെങ്കിൽ ശാസ്ത്രം എല്ലാം
പറയുന്ന ഭാരതത്തിലേക്ക് ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വിദ്യാലയങ്ങളാണ്. നമ്മൾ കേട്ടിരിക്കും ഹർമൻ ഗുഡ്ഡട്ട് ഒക്കെ ഭാരതത്തിലുള്ള ആരുമല്ല ഇതേമാതിരിയുള്ള മലയാള ഭാഷയിൽ ഏറ്റവും അക്ഷരങ്ങൾ തേടി അക്ഷരങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഗ്രന്ഥം, ഒരു റെഫറൻസ് ഗ്രന്ഥം, അല്ലെങ്കിൽ ഗുണ്ടത്തിന്റെ പറയുന്ന ഒരു ഡിക്ഷണറി അദ്ദേഹമാണ് സൃഷ്ടിച്ചത്. നമ്മൾ അഭിമാനം കൊണ്ടാണ് ആ ഡിക്ഷണറിയും ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏതോ ഒരു മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ മ്യൂസിയം പ്രോജക്ട് ട്രിവാൻഡ്രം അത് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ മലയാള ഭാഷാ സെക്ഷൻ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി മ്യൂസിയത്തിൽ ഹർമൻ ഗുഡ്ഡത്തിന്റെ പഴയ ഗ്രന്ഥം സൂക്ഷിക്കുന്നുണ്ട്. കാരണം അതെല്ലാം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും എല്ലാം ഇന്നും പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മ്യൂസിയം പ്രോജക്റ്റ് നമ്മുടെ പഴമയെ നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ പലരും സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ വന്ന വഴി മറക്കരുത്, തല മറന്ന് എണ്ണം തേക്കരുത്. നമ്മുടെ പഴയ ആൾക്കാരെ, പഴയ ആചാരങ്ങളെ ഒക്കെ നമ്മൾ ഓൾഡ് പാർട്ടി ഗുഡ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നമ്മൾ തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുക, കൊള്ളേണ്ടത് കൊള്ളുക, കൊള്ളേണ്ടാത്തത് കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വിവേചനാശക്തി ഉണ്ട്, തീർച്ചയായിട്ടും മനുഷ്യൻ അതാണ് വിവേചനാശക്തി. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, ഈ ഭൂമി ആണ് നമ്മുടെ ഈശ്വരൻ. ഇപ്പം ഈ ഭൗമിക മാസം കൂടിയാണ്, ഭൂമി ദിനം കൂടിയാണ് മേ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു പ്രഗത്ഭനായ ഈ പള്ളിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തി, ഭൂമി അദ്ദേഹം ഒരു ഭൂമിക്ക് മേലൊരു മുദ്ര ചാർത്തിയ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പള്ളി ഉള്ള പള്ളിയിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് അഭിമാനമുണ്ട്. ജോൺ മാത്യു റൈറ്റേഴ്സ് ഫോറത്തിൽ എല്ലാം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ന്യൂയോർക്കിൽ വെച്ച് പരിചയമുള്ളതാണ്. അപ്പോ ഈ അവസരത്തിൽ ഞാൻ ഈ ഭൂമിയിലേക്ക്, ഭൂമി നമ്മുടെ ഭൂമിയിലെ നമ്മളെല്ലാം കാലം വെച്ച് നടക്കുന്നത്. അപ്പോ നമ്മളെല്ലാം കുടിയേറ്റക്കാരാണ്. ഏതോ ഒരു ചെറിയ ഞാൻ കേട്ട തമാശാണ്, ക്ലിക്കാണെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ചിലപ്പോ ഇങ്ങനെ പലതും നമ്മൾ പലരും പറയുന്നു, കേൾക്കുന്നു, ചിലർ ചിരിക്കുന്നു, ചിലർ ചിരിക്കാതിരിക്കുന്നു. ചിരി വന്നാൽ ഉള്ളിൽ ഒതുക്കുന്നു, ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാനം പോകുമോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. ഞാൻ കേട്ട ഒരു ചെറിയ തമാശാണോ എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോ മലയാളികള് ലോകത്ത് എവിടെ ചെന്നാലും ഉണ്ട്, ചന്ദ്രനിൽ ചെന്നാലും എല്ലാം ഉണ്ട്. റഷ്യൻ ശാസ്ത്രജ്ഞൻ പോയി യൂറി ഗഗാറിൻ എന്ന് പറഞ്ഞത് റഷ്യയിലെ ബഹിരാകാശത്ത് പോയ യൂറി ഗഗാറിൻ പറഞ്ഞു, ഞാൻ അവിടെ നിരീശ്വരന്മാരാണല്ലോ, ഞാൻ അവിടെ ഒന്നും ദൈവത്തെ കണ്ടില്ല, പക്ഷെ ഒരു മലയാളിയെ കണ്ടു. യൂറി ഗഗാറിൻ തമാശ എനിക്കറിയില്ല, ഒരു മലയാളിയുടെ ചായക്കടയിൽ കയറി ഞാൻ ഒരു തട്ട് ദോശ തിന്നു എന്ന് പറയുന്നു. ഒരു തമാശ എടുക്കാം. പിന്നീട് ഇവിടെ മലയാള കുടിയേറ്റത്തെ പറ്റി മലയാളികൾ എവിടെ എപ്പോഴും നല്ലതല്ല. ഇപ്പൊ നമ്മുടെ കന്നുകാലിയൊക്കെ അയച്ചുകൊണ്ടാൽ പുതിയ പുതിയ നേച്ചർ സ്ഥലങ്ങളാണ് പോകുന്നത്. പുല്ല് നന്നായിട്ട് എവിടെ തഴച്ചു വളരുന്നു. അപ്പോൾ അമേരിക്കയിലാണ് കൂടുതൽ ഒക്കെ സ്വാതന്ത്ര്യം, കൂടുതൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്, ജോലി സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്കയെ പറ്റി കേട്ടു. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരു മകനും അതിൻ്റെ അമ്മയും, അമ്മയുടെ ദിനമാണല്ലോ, അമ്മയും കൂടെ ഇങ്ങനെ അമേരിക്ക എവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ കേട്ട ഒരു ചെറിയ കഥയാണ്. പോകുകയാണ്. അന്നത്തെ കാലത്ത് ചെറിയ പാക്കപ്പലിലാണ് പോകുന്നത്. ഇന്നൊക്കെ വിമാനത്തിലൊക്കെയാണ് നമ്മൾ വരുന്നത്. ഒരു കാലത്ത് പാക്കപ്പലിൽ കാറ്റ് കൊണ്ടുപോകുന്ന കപ്പലിലൊക്കെ വരുന്നത് പതിവുണ്ടായിരുന്നു പറയുന്നത്. അതിനുശേഷം വേറെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കപ്പലുകളായി. അപ്പൊ പ്രകൃതികളിലൊക്കെ വന്ന ഒരു കൊമേഴ്ഷ്യൽ കപ്പലുകളിലൊക്കെയാണ് വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനൊക്കെ വന്നത് പ്ലെയിനെ കയറിയ ഞാൻ 75 ന്യൂയോർക്കിൽ വന്നു. അപ്പോ ഞാൻ
ഞാൻ കേട്ടത് ഇദ്ദേഹമാണ്. പാക്കപ്പലിൽ അമ്മയും ഒരു മകനും പുറപ്പെട്ടു. അപ്പോ വളരെ ആകാംക്ഷയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ലക്ഷ്യസ്ഥലവും കണ്ടുപിടിക്കാനായിട്ട് അമ്മ സ്വന്തം മൂത്ത മകൻ, ഒരു മകനേ ഉള്ളൂ. അമ്മ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ ഈ മലപ്പള്ളിയിൽ തന്നെ കിടന്നോളാം. അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ കൂടെ പോവുകയാണ്, എനിക്ക് പോകണം. അപ്പൊ പറഞ്ഞു ഞാൻ ഫോളോ ചെയ്തോളാം. ഓക്കെ, നിങ്ങൾ അമേരിക്കയിൽ പോയി ഒക്കെ സെറ്റിൽ ചെയ്ത് അതിനുശേഷം കമ്പിയില്ല കമ്പി എന്നുള്ളതെന്ന് എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കുക. ഓക്കെ, ദൂതന്മാർ വഴി ഇന്നും ഈ സന്ദേശമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഏതെങ്കിലും നീതികൾ അയക്കുന്ന സന്ദേശം വഴിയോ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കുക, ആകാശദൂത് എന്നെ അറിയിക്കുക, ഞാൻ കൂടെ വരാം. ഓക്കെ, ഇവർ പാക്കപ്പലിൽ പുറപ്പെട്ടു. മാസങ്ങളോളം പാക്കപ്പലിൽ അമ്മയും മകനും സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന മീനും ഒക്കെ പിടിച്ച് തിന്ന് ഒക്കെ എന്തെങ്കിലുമൊക്കെ തിന്ന് അത് പോവുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു തുരുത്തിന് അമ്മ നല്ല പച്ചച്ച ഒരു തുരുത്ത് അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം, അവിടെ നല്ല മരങ്ങളൊക്കെ തലയെടുപ്പോടെ നിൽക്കുന്നു. അപ്പോ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകാംക്ഷ, അതായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച ആ കാനാൻ ദേശം. അപ്പോ മകൻ അമ്മ എടുത്ത് ചാടുകയാണ്. പെട്ടെന്ന് മകൻ തോന്നി അമ്മ എടുത്ത് സമുദ്രത്തിലേക്ക് ചാടിയാണ്, കുഴപ്പമില്ല. അപ്പോ മകൻ അമ്മയോട് പറഞ്ഞു അമ്മയിരിക്കേ അമ്മയിരിക്കേ അമ്മയിരിക്കേ. അങ്ങനെ ആ പേടാണ് പിന്നീട് ലോപിച്ച് അമേരിക്കയായത്. അതായത് അമേരിക്ക എന്ന പേരിട്ടത് തന്നെ ഒരു മലയാളിയാണ്. അമേരിക്ക അമ്മയിരിക്കുന്നതാണ് അർത്ഥമാക്കിയത്. അപ്പോ അങ്ങനെയുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, തമാശയ്ക്ക് വേണ്ടി ചെറിയ ക്ലിക്കായോന്നും എനിക്കറിയില്ല, കേട്ടതാണ്. ഇങ്ങനെ അനവധി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മള് ഇവിടെ നമ്മുടെ ഭാഷയും സംസ്കാരവും നമ്മൾ വന്ന വഴിയും എല്ലാം ഇവിടെ പറ്റുന്നത്ര ഇവിടെ ശേഖരിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുവാനായിട്ട് നമ്മളൊരു സംരംഭമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലൈബ്രറി, വേറെ ഒരു കാര്യം ഞാൻ വളരെ ദുഃഖസൂചകമായ ഒരർത്ഥത്തിൽ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ വായനക്കാരിൽ കുറഞ്ഞു വരിക നമ്മുടെ ഇടയിൽ. പിന്നെ എഴുത്ത് പഴയ രീതിയിലുള്ള പേന ഉപയോഗിച്ച് ആ പേന ഉന്തികൾ എന്ന് പറയാറുണ്ട്. എഴുത്തുകാരെ അവഹേളിച്ചു പറയുന്ന ഒരു വാക്കാണ് പേന ഉന്തികൾ. എടാ പേന ഉന്തി, നീയൊക്കെ എഴുതുന്നത് ആർക്ക് വേണം? അപ്പോ ആ പേന ഉന്തികൾ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്, വായനക്കാർ കുറഞ്ഞിരിക്കുകയാണ്. വേറെ ചിലരാണ് ഞാൻ ഈയിടെ ഒരു 4 പുസ്തകം എഴുതി. അപ്പോൾ എന്നെ അവഹേളിക്കാൻ കുഴപ്പമൊന്നുമില്ല, അവഹേളിച്ചോട്ടെ. 4 പുസ്തകം എഴുതി നാട്ടിൽ വെച്ച് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ തമാശ എന്നോട് പറഞ്ഞു, ഞാൻ തീരെ നേരെ നിങ്ങൾക്ക് വായിക്കാം, എന്തെങ്കിലും കാശ് തന്നാൽ ഞാൻ വായിക്കാം താങ്കൾക്ക് വേണ്ടി. അതായത് കാശ് അങ്ങോട്ട് കൊടുക്കണം. പണ്ടൊക്കെ ബുക്ക് എഴുതി വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കാണ് കിട്ടുന്നത്. ഇത് അതിന് പകരം പുള്ളിക്ക് ഞാൻ വായന കൂലി കൊടുക്കണം, വായിക്കാം. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ, ഇത് ഏതാണെങ്കിലും ഞാൻ പേന കൊണ്ട് എഴുതിയിട്ടല്ല, പേന കൊണ്ട് ഉന്തി എഴുതിയൊന്നുമല്ല. ഞാൻ എൻ്റെ ടൈപ്പ് റൈറ്ററിൽ വെച്ച് എൻ്റെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതുക. ടൈപ്പ് മലയാളം ഗൂഗിൾ ടൈപ്പ് ഞാൻ എഴുതി. ഞാനത് നമ്മുടെ 2 ബുക്ക് കോഴിക്കോട്ടും കൊടുത്തു, വേറെ 2 ബുക്ക് വെച്ചു. അവർ തന്നെ വാങ്ങിച്ചു, കൂടുതൽ കാശൊക്കെ എന്നോട് മേടിച്ചു. മലയാളികൾ നമ്മൾ പ്രവാസികളാകുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. പ്രവാസി ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും. ഏതാണെങ്കിലും ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിലും ഒക്കെ മധ്യേ നമ്മൾ ഹൃദയത്തിലും ചുണ്ടിലും മധുരമായി തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ നേരിടണം. അപ്പം ഈ പേന കൊണ്ട് എഴുതുന്നത് അത് ഒരു എന്താണ്, ഒരു മ്യൂസിയം. നമുക്ക് പഴയ പേനകളൊക്കെ സൂക്ഷിക്കട്ടെ. പഴയ രീതിയിലുള്ള പെൻസിലുകൾ, കല്ല് പെൻസിലുകൾ ഒക്കെ, വാറോലകള്. ഞാൻ ആശാകളയിൽ പോയിരുന്നു. അപ്പോൾ ഞാനൊക്കെ പോകുമ്പോൾ, ഞാനൊരു ഗ്രാമവാസിയാണ്, തൊടുപുഴ ഇൻസൈഡ് മൈമൂർ എന്ന് പറയും സ്ഥലം. അപ്പോ അവിടെ ഞാനൊക്കെ കൊച്ചു നിക്കറും ഇട്ട് ആണ് പോകുന്നത്.
അപ്പോൾ എന്തെല്ലാമാണ് ഒരുപക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വോയിസ് ടൈപ്പിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഈശ്വരാനുഗ്രഹം, സയൻസിന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം. സയൻസിന്റെ സത്യത്തില് ഈശ്വരാനുഗ്രഹമില്ലാതെ സയൻസ് മാത്രം പോരല്ലോ. എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ കേൾക്കുന്ന ദുഃഖ വാർത്തകളാണ്. രാജ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യങ്ങൾ തമ്മിലടിക്കുന്നു, ബോംബുകൾ വർഷിക്കുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറിയുന്ന വാർത്താവിനിമയ അല്ലെങ്കിൽ എഴുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അറിയുന്നത്. ഇത് ആശാവഹമായ വാർത്തയല്ല. ഏതാണെങ്കിലും ഇന്ന് ഞാൻ കേൾക്കുന്നു, അത് നല്ലൊരു വാർത്തയാണ് ഞാൻ കേട്ടു. നമ്മുടെ ഇൻഡോ പാക് യുദ്ധം തൽക്കാലത്തേക്ക് വെടി നിർത്തിയിരിക്കുന്നു എന്ന് കേട്ടു. അപ്പോ എന്നും വെടി നിർത്തട്ടെ. ഇതേമാതിരിയുള്ള മ്യൂസിയം പ്രോജക്റ്റ് വന്ന പഴയ കാലത്തെ പറ്റി അവർ ചിന്തിക്കട്ടെ. ഈ വെടിക്കും പടക്കും അവിട്ടിൽ ഒന്നും പോകാതെ മനുഷ്യനെ ജാതി മത വിദ്വേഷമില്ലാതെ ഏവരും സന്തോഷത്തോടെ വാഴുന്ന ഒരു ലോകം നമുക്ക് എന്നും ഉണ്ടാകട്ടെ. ഇതേമാതിരിയുള്ള മ്യൂസിയം മനുഷ്യൻ വന്ന വഴി ഓർക്കാൻ ഉള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ മനുഷ്യന്റെ വൈരാഗ്യ ബുദ്ധി തീർച്ചയായിട്ടും കുറച്ചൊന്ന് പറയും. നമ്മൾ ചിന്തിക്കും, നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, കഷ്ടപ്പെട്ടാണ് വൈദ്യുതി ഇല്ലാത്ത കാലത്ത് പാറ പൊട്ടിച്ചാണ്, പാറ ഉരച്ചാണ് നമ്മൾ വെളിച്ചം കണ്ടിരുന്നത്. അതെല്ലാം ഒരു പഴയകാല മ്യൂസിയം പ്രോജക്റ്റിൽ പെടും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ കൾച്ചർ, നമ്മളിവിടെ അമേരിക്കയിൽ 200-300 ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും, എല്ലാ കുടിയേറ്റക്കാരെയും കൈനീട്ടി ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എല്ലാവരെയും സൂക്ഷിക്കുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കൾച്ചേഴ്സും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൾച്ചർ മാത്രമാണ് ഏറ്റവും മഹത്തരം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർ ഓരോരുത്തർക്ക് അവരവരുടെ കൾച്ചർ മഹത്വം. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം സൗഹാർദ്ദതയോടെ നിറങ്ങളോ ഒന്നും നാഷണൽ ഒറിജിൻ നിറം ഒന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചത്തെ ഇൻറ്റഗ്രേഷൻ മനസ്സിലാക്കി നമ്മൾ പോകണം. അപ്പോൾ ഈ മ്യൂസിയം പ്രോജക്റ്റ് അതേമാതിരി തന്നെ ചിന്തിക്കും, അതേമാതിരി ഒരു ലീഡർഷിപ്പ് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇതിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് CSI കുറച്ച് മോഡേൺ ചിന്താഗതി ഉള്ളവരാണ്. ഞാൻ സീറോ മലബാർ കാത്തലിക്കാണ്. സീറോ മലബാർ ആ രീതിയിൽ നോക്കുമ്പോൾ CSI ചർച്ച അന്നും ഇന്നും എല്ലാ അർത്ഥത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ ചിന്താഗതിയുള്ള ജനങ്ങളോടൊപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ചർച്ച ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പലപ്പോഴും കേരളത്തിൽ ഒക്കെ പല പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം അന്നും ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് CSI ചർച്ച തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് അഭിമാനം കൊള്ളണം എങ്ങനെയൊക്കെയാണെങ്കിലും. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും സംസാരിച്ചു പോയാൽ ഇങ്ങനെ സംസാരിക്കും. ഏതാണെങ്കിലും എന്നെ ഈ അവസരത്തിൽ ഇവിടെ വിളിച്ച ഇതിൻ്റെ സർവ്വസംഘാടകർക്കും വിശ്വാസികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പ്രോജക്റ്റ് കൂടുതൽ പള്ളികളിലേക്ക്, പള്ളിക്കൂടങ്ങളിലേക്ക് വിദ്യ പഠനത്തെ പന്തലിക്കട്ടെ. ഇതേമാതിരിയുള്ള സംരംഭങ്ങൾ നമ്മുടെ ആരാധനയ്ക്കൊപ്പം ഇതും മനുഷ്യന് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വീണ്ടും എല്ലാ തരത്തിലുള്ള ആശംസകളോടെ എനിക്ക് അവസരം തന്ന് നിങ്ങൾക്കെല്ലാം കൂപ്പുകൈകളോടെ ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു.